ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുബേര ഭഗവാന്റെ 5 നാമങ്ങളാണ്. അതായത് 5 മന്ത്രങ്ങളെന്നും പറയാം. ഇത് ഭഗവാന്റെ 108 അഷ്ടോത്തരങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള 5 നാമങ്ങളാണ്. അടുപ്പിച്ച് 5 വ്യാഴാഴ്ചകളിൽ 5 രൂപ നാണയം സമർപ്പിച്ച് ഏതൊരാളാണോ ഈ നാമം ചൊല്ലുന്നത് അവൻ്റെ ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഏതൊരു ബുദ്ധിമുട്ടും കുബേര ഭഗവാൻ മാറ്റിത്തരും. ഇത് തുടർച്ചയായി 5 വ്യാഴാഴ്ചകളിൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പം മുടങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു വീക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇത് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ആ 5 നാമങ്ങളെന്നും ഇത് എങ്ങനെ ചെയ്യണമെന്നും നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വ്യാഴാഴ്ച വൈകിട്ട് വരുന്ന 5:30 മുതൽ രാത്രി 8 മണി വരെയുള്ള കുബേരകാലം എന്നറിയപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മളിത് ചെയ്യുന്നതിന് വളരെയധികം ഫലപ്രാപ്തിയുണ്ട്. കാരണം കുബേര ഭഗവാൻ ആ സമയത്ത് പൂജ ചെയ്യുന്നത് നോക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പർട്ടിക്കുലറായിട്ട് ഈ ഒരു സമയം കുബേരകാലമെന്നറിയപ്പെടുന്നതിന് പിന്നിലും ഇതുതന്നെയാണ് കാരണം. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം വിനിയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിനായി കുബേര ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. അതിന് മുൻപിൽ വെച്ച് നമ്മളിത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് തന്നെ കുബേര ഭഗവാന്റെ ഫോട്ടോയൊക്കെ തുടച്ച് വൃത്തിയാക്കി പൊട്ടൊക്കെ തൊടുന്നവർ തൊട്ട് പൂക്കളൊക്കെ സമർപ്പിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളിത് 5 വ്യാഴാഴ്ച അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ 9 വ്യാഴാഴ്ച അടുപ്പിച്ച് ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ 5 ദിവസം അടുപ്പിച്ച് 9 ദിവസം അടുപ്പിച്ച് 11 ദിവസം അടുപ്പിച്ച് ആ ഒരു രീതിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അതായത് ഒന്നെങ്കിൽ 5 വ്യാഴാഴ്ച അല്ലെങ്കിൽ 9 വ്യാഴാഴ്ച അല്ലെങ്കിൽ നാളെ വ്യാഴം മുതൽ അടുപ്പിച്ച് 5 ദിവസം 9 ദിവസം 11 ദിവസം അത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. പച്ച കളറിലെ കുങ്കുമമുണ്ടെങ്കിൽ ആ കുങ്കുമം സമർപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നാമങ്ങൾ ചൊല്ലാം. അങ്ങനെയല്ലെങ്കിൽ പൂക്കളും സമർപ്പിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ചെയ്യേണ്ടത് എത്ര ദിവസം ചെയ്യുന്നോ അത്രയും ദിവസത്തേക്കുള്ള 5 രൂപ നാണയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് നിങ്ങൾ 5 വ്യാഴാഴ്ച ചെയ്താൽ 5 നാണയങ്ങൾ എടുക്കണം. 9 വ്യാഴാഴ്ചയാണെങ്കിൽ 9 നാണയം അടുപ്പിച്ച് 5, 9, 11 ദിവസങ്ങളിലാണെങ്കിലും അത്രയും നാണയങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നാളെ വ്യാഴമാണ്. നാളത്തെ ദിവസം വൈകുന്നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കുബേര വിളക്ക് നമ്മൾ ഭഗവാന് മുൻപിൽ കുബേര വിളക്കുണ്ടെങ്കിൽ കുബേര വിളക്ക് തന്നെ തെളിയിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വിളക്കാണോ ഉള്ളത്, മൺവിളക്കായിരിക്കും മിക്കവരുടെ കയ്യിലും ഉണ്ടായിരിക്കുക, ആ വിളക്ക് തെളിയിക്കുക. കുബേര ഭഗവാന് മുൻപിൽ വിളക്ക് തെളിയിക്കുമ്പോൾ 2 വിളക്കുകൾ തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ തന്നെ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ കുബേര ഭഗവാന്റെ ഫോട്ടോ വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വെക്കണം. ദീപങ്ങളും വടക്കോട്ട് നോക്കി വരുന്ന രീതിയിൽ തെളിയിക്കണം. നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കി ഇരിക്കുന്ന പോലെ വേണം ഇരിക്കാൻ. എന്നിട്ട് പച്ച കളറിലെ ക്ലോത്ത് എടുക്കുക. പച്ച എന്ന് പറയുന്നത് കുബേര ഭഗവാനുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കളറായതുകൊണ്ടാണ് നമ്മൾ പച്ച കളർ എടുത്തത്. പച്ച കളറിലെ ഒരു ചെറിയ ക്ലോത്ത് എടുക്കണം. അതിനുശേഷം ഒരു 5 രൂപ നാണയം എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിലെ ധനപരമായിട്ട് ഉയർച്ചയുണ്ടാക്കി തരണമെന്ന് കുബേര ഭഗവാനോട് അപേക്ഷിക്കണം. കുബേര നിധി തന്ന് അനുഗ്രഹിക്കണമെന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ 5 രൂപ നാണയം ആ ഒരു പച്ച തുണിയിൽ ആ ഫോട്ടോയ്ക്കും വിളക്കിനും അടുത്തായിട്ട് വെച്ചിട്ട്
കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യാൻ പറ്റുന്നവർ കുങ്കുമം കൊണ്ട് ആ ഒരു 5 രൂപ നാണയത്തിന് അർച്ചന ചെയ്യണം. അങ്ങനെയല്ല, പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. ഇനി ഇത് രണ്ടുമില്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ നിങ്ങൾ മന്ത്രം ചൊല്ലിയാൽ മതി. ചൊല്ലേണ്ടുന്ന നാമങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: ഓം കുബേരായ നമഃ, ഓം ധനധായ നമഃ, ഓം നിധീശായ നമഃ, ഓം വൈശ്രവണായ നമഃ, ഓം കോശലക്ഷ്മി സമാശ്രിതായ നമഃ. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ 5 നാമങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ശ്രീ സൂക്തം ഒരു തവണ പാരായണം ചെയ്യുന്നു. ശ്രീ സൂക്തം ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നമ്മൾ ധൂപദീപ ആരതിയൊക്കെ എടുക്കുന്നു. നിവേദ്യം എന്തെങ്കിലും സമർപ്പിക്കണം. ഏറ്റവും നല്ലത് നമ്മുടെ ചെറുപയർ, പച്ചപ്പയർ പുഴുങ്ങി വെക്കുന്നതാണ്. അതും വെച്ചിട്ട് കർപ്പൂര ആരതിയും എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നാണയം കിഴി കെട്ടി, ഇപ്പം അതിൽ കുങ്കുമം ഉണ്ടെങ്കിൽ ആ കുങ്കുമത്തോടു കൂടി, പൂക്കളുണ്ടെങ്കിൽ പൂക്കളോടുകൂടി തന്നെ കിഴി കെട്ടി വെക്കണം. അടുത്ത വ്യാഴാഴ്ച വീണ്ടും നമ്മളിതെടുക്കുന്നു. ഇതേ പ്രൊസീജിയേഴ്സ് തന്നെ ആവർത്തിക്കുന്നു. 5 തവണ നാമം ചൊല്ലുന്നു. ആദ്യത്തെ ആഴ്ച നിങ്ങൾ കുങ്കുമം കൊണ്ടാണ് അർച്ചന ചെയ്തതെന്നുണ്ടെങ്കിൽ ആ 5 നാമങ്ങളും ഈ എല്ലാ ആഴ്ചയും കുങ്കുമം കൊണ്ട് തന്നെ അർച്ചന ചെയ്യണം. പൂക്കളാണെങ്കിൽ പൂക്കൾ കൊണ്ട് തന്നെ അർച്ചന ചെയ്യണം. എന്നിട്ട് ശ്രീ സൂക്തം ജപിക്കുന്നു, കിഴി കെട്ടി മാറ്റുന്നു. അങ്ങനെ 5 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 5 നാണയങ്ങളാകും. 25 രൂപയാകും. നിങ്ങൾക്ക് ആ 25 രൂപ അതുപോലെ തന്നെ കിഴി കെട്ടി നിങ്ങളുടെ സേഫിലെടുത്ത് വെക്കാവുന്നതാണ്, പെർമനൻ്റ് ആയിട്ട്. ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതെടുത്തിട്ട് നിങ്ങൾക്ക് എഗെയിൻ റിപ്പീറ്റായിട്ട് ആ നാണയങ്ങൾ നിങ്ങൾക്ക് എനർജൈസ് ചെയ്യണം. അതായത് ഒരല്പം മഞ്ഞൾപ്പൊടിയോ റോസ് വാട്ടറോ കൊണ്ട് കഴുകിയിട്ട് അത് ശുദ്ധം ചെയ്തിട്ട് അത് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പൂജ ചെയ്യുന്നു. ആ കുങ്കുമം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ തൊടാനായി. പൂക്കളാണെങ്കിൽ ചവിട്ടാത്തരത്ത് കളഞ്ഞാൽ മതി. ഇത് വളരെ 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 പവർഫുള്ളായിട്ടുള്ള, നമുക്ക് നല്ല രീതിയിലുള്ള ഫലം തരുന്നതാണ്. ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കി തരുന്ന ഒന്നാണിത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പീരിയഡ്സ് പുലവാലായ്മ ഉള്ളപ്പോഴൊന്നും നമ്മളിത് ചെയ്യരുത്. അതേപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കിത് ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാം. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഞാൻ പറഞ്ഞു, ആ ഒരു 5:30 to 8 മണിയാണ്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ നല്ല ഫലം തന്നെ തരും. എല്ലാവരും ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.